മോട്ടോഴ്സിൽ നിന്ന് നമ്മുടെ ഹീറോ പ്ലഷർ വണ്ടി ഫുള്ളായിട്ട് ചെക്കപ്പും അതേപോലെ തന്നെ അതിൻ്റെ ബോഡി കവറുള്ള കാര്യങ്ങൾ പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതും പ്രകാരം ഫുൾ സർവീസായിട്ടാണ് നമ്മൾ ചെയ്യാൻ പറഞ്ഞതും പ്രകാരം നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം, ബ്രേക്ക്, എയർ ഫിൽറ്റർ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണമുണ്ട്. അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ ചേസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കംപ്ലയിൻസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസുകളുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനർ നമുക്ക് ഓൾറെഡി ബ്രേക്ക് വളരെ കുറവാണ്, കാരണം ബ്രേക്ക് കേബിള് ഔട്ടർ വലിഞ്ഞുണ്ട്. അതേപോലെ തന്നെ ഈ ലൈനറും കമ്പനി ലൈനറൊന്നുമല്ല, അത്യാവശ്യം ഉപയോഗിച്ച് തീർന്നേക്കുന്നതുമാണ്. ഇത് കമ്പനി ലൈനർ അല്ല കേട്ടോ നമുക്ക് കിടക്കണേ. അപ്പോൾ അത് പരമാവധിയും ഉപയോഗിച്ച് അതിൻ്റെ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ലൈനർ ഒന്ന് മാറ്റിയിടാം. അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട്. അതേപോലെ ബാക്കിലേക്ക് തന്നെ ബ്രേക്കിൻ്റെ കേബിള് ഔട്ടർ വലിഞ്ഞ് നിൽക്കണം കേട്ടോ. അതായത് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള ഗ്യാപ്പില്ല, അത്രയും അടുത്താണ് നിൽക്കണേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ബ്രേക്ക് കേബിൾ മാറണം. അതേപോലെ ലൈനർ മാറ്റിയിടാനുണ്ട്. അതേപോലെ ബാക്ക് വീല് കണക്ട് ചെയ്യുന്ന ആക്സിലാണ് ഈ വന്നത്. അത് നോക്കുമ്പോൾ ചെറിയൊരു ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്, ഒരു ഇളക്കം വന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബെയറിങ്, അതായത് ഈ വന്ന ഷാഫ്റ്റിൻ്റെ ഫിനൽ ഡ്രൈവിൻ്റെ ഷാഫ്റ്റ് എന്ന് പറയും, ഇതുമ്മയാണ് നമ്മൾ വീല് പിടിപ്പിക്കുക. അതിൻ്റെ ഇവിടെ വന്ന ബെയറിങ്ങിന് പ്ലേ കാണിച്ച് തുടങ്ങിയേക്കണമാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യുന്ന കൂട്ടത്തിൽ കൂടെ അതും കൂടി അഴിച്ച് ആ ബെയറിങ് മാറ്റി റീസെറ്റ് ചെയ്യണതായിരിക്കും ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ ഇത് അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഓടുമ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഓടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും സ്വാഭാവികമായിട്ട് കംപ്ലയിൻറ്റ് കൂടാനാണ് നിലവിൽ സാധ്യതയുള്ളൂ. അതായത് കംപ്ലയിൻറ്റ് കൂടുതലുള്ള എത്ര നാൾ ഓടും എന്നുള്ളതിനെ സംശയമുള്ളൂ. എന്തായാലും കംപ്ലയിൻറ്റ് 100% ഉറപ്പാണ്, കാരണം ആരംഭമാണ്. അപ്പോൾ അതും കൂടി അഴിച്ച് റീസെറ്റ് ചെയ്ത് ആ ബെയറിങ് മാറ്റി പോകണമെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കേട്ടോ. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു നോക്കുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ ശരിക്കും ഫുള്ള് ബ്ലോക്കാണ്. ഇതുമായി യൂസ് ചെയ്തേക്കുന്നത് കമ്പനി ഫിൽറ്ററൊന്നുമല്ല, ഒരു കുറഞ്ഞ ബ്രാൻഡാണ്. തന്നെയല്ലാതെ അത്യാവശ്യം നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ബ്ലോക്കായേക്കാം, പൊടിയൊക്കെ കയറി നല്ല രീതിയിൽ ബ്ലോക്കായിട്ടുണ്ട്. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ക്ലച്ചിനകത്ത് അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ പാർട്സുകൾ ഡാമേജ് ഉണ്ട്. പറയാൻ കാരണം എന്താ വെച്ചാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എഞ്ചിൻ്റെ ഭാഗത്ത് നല്ല സൗണ്ട് വേരിയേഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ക്ലച്ച് ഭാഗം അഴിച്ച് നോക്കുമ്പോൾ ക്ലച്ചിനകത്ത് പറഞ്ഞാൽ ഈ വേരിയേറ്റർ ബോഡിയും അതിൻ്റെ ബോസ് ഡ്രൈവൊക്കെ തേമാനം വന്നേക്കണം. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇത്രയും പ്ലേയാണ് ഇതിനകത്ത് കാണിക്കുക, വേരിയേറ്റർ ബോഡിയും ബോസ് ഡ്രൈവും തമ്മിൽ. അതേപോലെ തന്നെ അതിൻ്റെ ബുഷുകളും ഈ വന്ന റോളർ ബുഷ് കാര്യങ്ങളൊക്കെ ആയാലും തേമാനം വന്ന് നല്ല രീതിയിൽ പോയിട്ടുണ്ട്. ഇതുണ്ട് ഈ സൈഡ് നിസ്സാരം കൂടി പൊട്ടാനൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവും ഈ റോളർ സെറ്റുകളും മാറ്റിയാലാണ് ആ ഭാഗം റെഡി ആവുള്ളൂ. അത് കൂടാതെ കൊണ്ട് ബാക്കിൽ തന്നെ ക്ലച്ചിൻ്റെ പുള്ളിയാണ് ഈ ഭാഗം. ഇതും അത്യാവശ്യം പ്ലേ വന്ന് ഫുള്ള് തേമാനം വന്നു പോയേക്കാം. അതായത് ഒട്ടും പിടുത്തമില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്ലച്ചിനകത്ത് വന്ന എല്ലാ വീലുകളും തന്നെ ഈ വന്നത് ഇതെന്ന് പറയുമ്പോൾ ഇതൊക്കെ കമ്പോണൻ്റായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇതൊക്കെ വേറെ വേറെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പാർട്സുകളാണ്. ഇതൊന്ന് ഈ കാണുന്നത് അതിൻ്റെ ഉള്ളിൽ റോളർ, പിന്നെ ഓയിൽസീൽ, ഓറിങ്ങൊക്കെ തുടങ്ങിയിട്ടുള്ള പല ഘടകങ്ങൾ കൂടുമ്പോൾ വന്ന ഒരു യൂണിറ്റായിട്ടാണ് ഈ വന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ അഴിച്ചിട്ട് ഇടയ്ക്ക് അഴിച്ച് ഗ്രീസ് ചെയ്ത് പോകേണ്ടതാണ്. സാധാരണ ഒരു 10,000 കിലോമീറ്റർ കൂടുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ CVT ക്ലച്ചിൻ്റെ ഈ ഭാഗം അഴിച്ച് ഫുള്ളായിട്ട് ഗ്രീസിങ് നടത്തി റീസെറ്റ് ചെയ്യണം. അതാണ് ശരിക്കും എൻ്റെ ചെയ്യേണ്ടുന്ന രീതി. ഇതെനിക്ക് തോന്നുന്നു അത് പ്രോപ്പറായിട്ടൊന്നും ചെയ്യാറില്ല, അതുകൊണ്ട് വന്നേക്കണ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ശരിക്കും ആ ഭാഗങ്ങൾ ഇത് ഐറ്റം മാറ്റാം. ഈ റോളർ പിന്നെ ആ ഭാഗങ്ങളും മാറ്റി കഴിയുമ്പോഴത്തേക്കും ക്ലച്ചിൻ്റെ ഭാഗം ഓക്കെയാവും. ബെൽറ്റ് നമ്മൾ നോക്കുമ്പോൾ ബെൽറ്റിൻ്റെ കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ല, കമ്പനി ബെൽറ്റ് കിടക്കുന്നത്. പൊട്ടലോ കാര്യങ്ങളോ ചെറിയൊരു ക്രാക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടി നമുക്കിപ്പോൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ വെയിറ്റ് സെറ്റ് യൂണിറ്റൊക്കെ ആയാലും ഒന്ന് അഴിച്ച് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. അതിൻ്റെ പിന്നുകളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതാണ് ശരിക്കും നമുക്ക് മെയിനായിട്ട് ക്ലച്ചുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വരുന്ന വർക്ക് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് ഔട്ടർ യൂണിറ്റൊക്കെ ഒന്ന് ശരിക്കും പേപ്പറിട്ടൊക്കെ ഒന്ന് പിടിച്ച് ക്ലീനാക്കി കയറ്റാം. അപ്പോൾ ഈ സ്കൂട്ടർ മോഡൽ വണ്ടികൾ, അതായത് സ്കൂട്ടർ മോഡൽ വണ്ടികൾ എല്ലാം തന്നെ ഓട്ടോ ക്ലച്ച് CVT ക്ലച്ചാണ് ഉപയോഗിക്കുക. ആ വന്ന പാർട്ടുകൾ എന്നൊക്കെ വെച്ചാൽ നമുക്ക് ആ ബെൽറ്റ് വെച്ച് വർക്ക് ചെയ്യുന്ന ഭാഗം ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിനകത്ത് ഓയിലോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ച് ഗ്രീസിങ് നടത്തേണ്ടതാണ്. അത് ഓരോ 10,000 കിലോമീറ്ററുള്ളിൽ നിർബന്ധമായിട്ടും ചെയ്യണം. നമ്മൾ ഓരോ സർവീസിനും ജനറലായിട്ട് സർവീസാണ് പറയണമെങ്കിൽ ആ സർവീസിനകത്ത് അഴിച്ച് നമ്മളത് ക്ലിയർ ചെയ്ത് ചെക്ക് ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ ഇത് മാറ്റി റെഡിയാക്കി നമ്മളിപ്പോൾ സെറ്റ് ചെയ്താലും നെക്സ്റ്റ് ഒരു 10,000 കിലോമീറ്ററിനുള്ളിൽ തന്നെ നമ്മളത് അഴിച്ച് ഗ്രീസിങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കംപ്ലയിൻറ്റ് വന്നിട്ട് റെഡിയാക്കിയല്ല നമ്മൾ ചെയ്യേണ്ടത്, കംപ്ലയിൻറ്റ് വരാതെ നോക്കിയാലാണ് സർവീസ് കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ട് ഒരു കാരണം. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് എൻജിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ഫുള്ള് ചെളിയാണ് അതിൻ്റെ ഉള്ളിലൊക്കെ. തന്നെയല്ല ചേസിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ തുരുമ്പിട്ട് ഇവിടെയൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് വെൽഡ് ചെയ്തിട്ട് പിടിപ്പിക്കാനൊക്കെ ഉണ്ട്. പിന്നെ ആ പാനൽ ഫ്ലോറിൻ്റെ ബോൾട്ടുകളൊക്കെയാണത് മൊത്തം തുരുമ്പിട്ട് ഒടിഞ്ഞിരിക്കുകയാണ്.
അത് അഴിക്കുമ്പോൾ ഒടിഞ്ഞേ പോരുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി തുരുമ്പിട്ട് നമ്മളെപ്പോഴും അഴിക്കുന്ന ഭാഗങ്ങളൊന്നും അല്ലല്ലോ. അത് അഴിച്ച് നമ്മളിനി വെൽഡ് ചെയ്ത് അഴിച്ച് കളഞ്ഞതിന് ശേഷം പുതിയ നട്ട് ബോൾട്ടുകൾ വെച്ച് വെൽഡ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഭാഗങ്ങൾ വിട്ടു പോയേക്കുന്നത് വെൽഡ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫുള്ള് വാട്ടർ സർവീസ് ചെയ്യണം. ഇവിടെയൊക്കെ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് വാട്ടർ സർവീസ് ചെയ്തിട്ട് തുരുമ്പുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്തിട്ടും വേണം നമുക്ക് ബോഡി കയറ്റാനൊക്കെ ഉള്ളത്. ഇവിടെ നമുക്ക് ഇതൊക്കെ ഉണ്ടാവും. അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ക്ലച്ചുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ചെയ്യേണ്ടി വരുന്ന വർക്കുകൾ. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് കാർബറേറ്റർ അസംബ്ലിയൊക്കെ അഴിക്കേണ്ടതുണ്ട്. കാർബറേറ്റർ അസംബ്ലി അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ വാട്ടർ സർവീസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അഴിക്കുള്ളൂ. കാരണം വാഷ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാർബറേറ്ററിനകത്തേക്കൊക്കെ വെള്ളത്തിൻ്റെ പ്രസൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ വാഷിങ് കഴിഞ്ഞതിന് ശേഷം അതും കൂടി ഒന്ന് അഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്യും. അതേപോലെ ASP പൈപ്പ് കൂടെ പൊട്ടിയിട്ട് ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ചാണ് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് റീസെറ്റ് ആക്കാം. പിന്നെ അതുപോലെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലെ കുഷ്യൻ അസംബ്ലിയുടെ ബുഷുകളൊക്കെ ഓൾറെഡി പോയി കിടക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രീൻ ബുഷൊക്കെ ചേഞ്ച് ചെയ്തിടാം. അതേപോലെ തന്നെ ഫ്രണ്ടിൽ തന്നെ ലിങ്ക് ബുഷിൻ്റെ ആയാലും ഫുള്ള് തേമാനം വന്ന് പോയിട്ട് നല്ല രീതിയിൽ പ്ലേ ആണ്. അതായത് ഗട്ടറൊക്കെ ചാടുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് നല്ല രീതിയിൽ അടിയുണ്ട്. അപ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്ത് ഇടാനായിട്ടുണ്ട്. ഹാൻഡിലിൻ്റെ ബെയറിങ് മാറ്റിയിടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരുവിധം വർക്കുകൾ നമുക്ക് മെയിനായിട്ട് ഇതിന് വന്നുണ്ട്. പിന്നെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. നമുക്കിത് മിരിക്കണ എക്സൈറ്റർ ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററിയുടെ ടെസ്റ്റ് കൂടി നമ്മൾ കൂട്ടത്തിൽ നടത്തി വിടുന്നുണ്ട്. ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ 12.86 റേഞ്ചിലൊക്കെ വന്നുണ്ട്. ബാറ്ററിയുടെ വോൾട്ട് കണ്ടിട്ടുണ്ട്. നമുക്ക് കിട്ടുന്ന വോൾട്ടാണ് 12.83 വരെ ഉണ്ട്. നമ്മൾ ബാറ്ററി ടെസ്റ്റ് ചെയ്ത് വിടുന്നുണ്ട്. കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് സ്പീഡോമീറ്ററിൻ്റെ കേബിളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ബ്രേക്കിൻ്റെ കേബിൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. മീറ്ററിൻ്റെ ഗ്ലാസ്സുകൾ അത്യാവശ്യം നമുക്ക് ഒരുവിധം മെയിനായിട്ടുള്ള വർക്കുകളുണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. പിന്നെ എഞ്ചിൻ ഓയിലിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ഓയിൽ നല്ല ഓയിലായിട്ടാണ് കാണുന്നത് കേട്ടോ. കാര്യമായിട്ടുള്ള അഴുക്ക് കാര്യങ്ങളൊന്നും ആയിട്ടില്ല. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് ബോഡി പാനലുകൾ, ബോഡി കവറുകൾ 1-2 പൊട്ടിയിട്ടുണ്ട്. അതായത് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഫ്രണ്ട് ഈ കവർ പൊട്ടിയിട്ടുണ്ട്. ഒരെണ്ണം ഈ സൈഡിൽ നിന്നൊക്കെ പൊട്ടി പോയിട്ടുണ്ട്. ഈ ഹാൻഡിൽ കവറിൻ്റെ ഈ സൈഡൊക്കെ പൊട്ടിയിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്കിൽ മാറ്റി ഇട്ടാൽ നന്നായിരിക്കും. പിന്നെ അതേപോലെ കാണുന്ന ചെറിയ പീസ് അതൊക്കെയാണ് മെയിനായിട്ട്. പിന്നെ നമുക്ക് ഓൾറൗണ്ട് കാർഡൊക്കെ ഒന്ന് വാഷിങ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് പെയിൻറ്റ് ചെയ്തൊക്കെ ഒന്ന് റീസെറ്റ് ആക്കാം. അപ്പോൾ ഈ കണ്ടീഷനിൽ തന്നെ ഒന്ന് കൊണ്ടുപോയിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നമുക്കത് നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും. പിന്നെ എഞ്ചിൻ ഹാങ്കറിൻ്റെയൊക്കെ ഈ സൈഡ് ബുഷൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ട്. അതൊക്കെ നമുക്ക് മൊത്തത്തിലൊന്ന് റീസെറ്റ് ചെയ്ത് എടുക്കാനുണ്ട്. മൊത്തം ബോഡി ഒന്ന് അയച്ച് റീസെറ്റിങ്ങാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ അതിൻ്റെ അത്യാവശ്യം കംപ്ലൈൻറ്റുകളുള്ള ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. ആദ്യം ഒന്ന് വീഡിയോ കാണാം. അതിനുശേഷം നോക്കിയിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നോക്കിയിട്ട് പറയാം. അതനുസരിച്ചിട്ട് നമുക്കൊരു അപ്രൂവൽ തരാം. അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കണ്ടതിന് ശേഷം. അപ്പോൾ ഓക്കെ, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ജസ്റ്റ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് റിപ്ലൈ ഇടാൻ മറക്കരുത് കേട്ടോ.